ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സക്കുലൻ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ചട്ടിക്കുള്ളിൽ അങ്ങനെ കുറച്ച് സക്കുലൻസും കുറച്ച് വേറെ കവറിങ് ചെയ്യാൻ പറ്റിയ കുറച്ച് സീഡം പ്ലാന്റും അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഉപയോഗിച്ച് ഒരു നല്ലൊരു അറേഞ്ച്മെൻറ്റ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സക്കുലൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ സീഡം പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട്. സീഡം പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സക്കുലൻറ്റിൻ്റെ തന്നെ മദർ ഓഫ് 1000 എന്ന് പറയുന്ന വെറൈറ്റി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇനി സക്കുലൻ്റ് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോട്ട് മിക്സ് തന്നെയാണ്. അപ്പോൾ പോട്ട് മിക്സ് എന്ന് പറയുമ്പോൾ നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കുക യൂസ് ചെയ്യുന്നത്. നല്ലപോലെ തരിമുഴുത്ത ഇതുപോലെ കല്ലുകളൊക്കെയുള്ള മണ്ണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ ചരലായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ ഇറയങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം മുകളിൽ നിന്നുള്ള വെള്ളം വീഴുമ്പോൾ അവിടെ കുറച്ച് ഭാഗത്തുള്ള മണ്ണുണ്ടാവില്ല, വെള്ളം കുത്തി വീഴുന്ന സ്ഥലത്തുള്ള അതും ഇതേപോലൊരു ടൈപ്പ് മണ്ണായിരിക്കും അത്. അപ്പോൾ അത് യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ പോട്ട് മിക്സിൻ്റെ കൂടെ നമുക്ക് പെർലൈറ്റ് ചേർക്കാം. പെർലൈറ്റും സക്കുലൻസിന് നല്ലതാണ്. ഇനി നമുക്ക് ഈ പോട്ട് മിക്സ് ഒരു പോട്ടിലാക്കിയിട്ട് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. വെള്ളം നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിലോട്ട് നേരിട്ട് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരുടെയും ഐഡിയ അനുസരിച്ച്, ഓരോരുത്തരുടെയും ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരുടെയും ഒരേപോലെ പ്ലാന്റ് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ കയ്യിലുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ച് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഞാനിവിടെ ഇടയിൽ ഈ സക്കുലൻസ് സെറ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ വരുന്നിടത്ത് സീഡം പ്ലാന്റൊക്കെയാണ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുക. മൊത്തം ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുമ്പോഴേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇടയിലൊക്കെ സീഡം പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് യൂസ് ചെയ്ത് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി സക്കുലൻസ് കൂടുതൽ അവൈലബിൾ ആണെങ്കിൽ അതും വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ വെക്കേണ്ട സ്ഥലം, അതായത് കൂടുതൽ വെയിൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്തടുത്ത് വേണം സക്കുലൻസ് കൂടുതലും വെക്കാൻ. ഒരു ദിവസം ഏകദേശം ഒരു 6 മണിക്കൂറോളം വെയിൽ കിട്ടണം. വെയിലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ടുള്ളതല്ല, ഇൻഡയറക്റ്റായിട്ട് കിട്ടിയാൽ മതി.
അപ്പോൾ ഇതോടുകൂടി നമ്മൾ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി മെയിനായിട്ട് പറയാവുന്നുള്ള അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം നനയ്ക്കേണ്ട രീതി തന്നെയാണ്. അപ്പോൾ വെള്ളം നനയ്ക്കുമ്പോൾ സക്കുലൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ലപോലെ വെള്ളം വേണമെന്നില്ല ഇതിന്. അപ്പോൾ ഒരു 2 ദിവസം ഗ്യാപ്പിട്ട് നനച്ചാൽ മതി. നനയ്ക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ നനയ്ക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കണ പോട്ട് മിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല നീർവാർച്ചയുള്ള ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്സൊക്കെ ഒന്ന് നനഞ്ഞ് കഴിയുമ്പോഴത്തേനും അടിയിലേക്ക് ആ വെള്ളം ഫുള്ള് ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ നല്ല ഡ്രെയിനേജുള്ള പോട്ട് വേണം യൂസ് ചെയ്യാൻ. വെള്ളം നല്ലപോലെ താഴത്തോട്ട് പോകുന്ന രീതിക്കുള്ള ചട്ടി യൂസ് ചെയ്യുക, ഹോളൊക്കെയുള്ള. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സക്കുലൻസ് നല്ലപോലെ വളരുകയും നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരികയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. ഗുഡ് ബൈ.